Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തണ്ണിമത്തങ്ങ വെച്ചിട്ട് ഒരു വെറൈറ്റി ജ്യൂസ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ്. ഇതിലകത്ത് തുളസിയിലയാണ് ഞാൻ ചേർത്തേക്കുന്നത്. തുളസിയിലയും നാരങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ തണ്ണിമത്തങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലെ നമുക്കൊരു എനർജി ഡ്രിങ്ക് ആയിട്ടും അതുപോലെ നോമ്പുതുറ സമയത്ത് കുടിക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഇങ്ങനത്തെ ഒരു ജ്യൂസ് കേട്ടോ. കൂടാണ്ട് നമ്മൾ നാരങ്ങയും തുളസിയിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും നല്ലതാണ് ഇങ്ങനത്തെ ജ്യൂസ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇതിനായിട്ട് കുറച്ച് തണ്ണിമത്തങ്ങ കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കേട്ടോ നന്നായിട്ട് അടിക്കണം കേട്ടോ. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തുളസിയിലയോ അല്ലെങ്കിൽ പുതിനയിലയോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തുളസിയിലയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു അഞ്ച് ഇലയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് ഞെരടിയാൽ മതി. നമ്മൾ കറിവേപ്പിലയൊക്കെ ഞെരടത്തില്ലേ, അതുപോലെ ആക്കി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ അത് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് സോഡയാണ്, തണുപ്പിച്ച സോഡ കേട്ടോ. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണേണ്. തുളസി ഇലയും കൂടെ വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ 2 ലെയറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തണ്ണിമത്തങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നാരങ്ങയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് എന്നും കൂടെ പറയാം. എന്താ വെച്ചാൽ നാരങ്ങയും തുളസിയിലേക്കല്ലേ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ചൂട് സമയത്ത് നോമ്പുറ സമയത്തൊക്കെ ഇതുപോലെ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.